നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ജോലി ലഭിക്കാനായിട്ട് കഴിയും. നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലെവലിൽ നിന്ന് മുകളിൽ നിന്നുള്ള ബ്ലഡ് വരുന്ന മെയിൻ ആയിട്ടുള്ള വെസലാണ് സുപ്പീരിയർ വിനക്കാവ എന്ന് പറയുക. അനാട്ടമിക്കൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുക? ഫൊറാമൻ ഒവേലിന്റെ അനാട്ടമിക്കൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുക? ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. ഹൈ ഓൾ, വെൽക്കം ടു എജുസ് അക്കാഡമി. അപ്പൊ നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പോസ്റ്റ് ഏകദേശം വിളിക്കാറായി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതായത് നമ്മളൊക്കെ നഴ്സിംഗ് ആദ്യം മുതലേ പഠിക്കുമ്പോൾ അല്ലേ, അപ്പൊ ആക്ച്വലി ഞാനൊക്കെ ആദ്യം മുതലേ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ടീച്ചിങ് ജോബിൽ കയറുക എന്നുള്ളത് അല്ലേ. അത് എനിക്ക് മാത്രമല്ല പ്രത്യേകിച്ച് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും അല്ലേ, ഒരു ടീച്ചിങ് ജോബിൽ കയറുക എന്നുള്ളത്. പണ്ടൊക്കെ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു, എന്ന് വെച്ചാൽ വളരെ കൗതുകപൂർവ്വം ഇങ്ങനെ നോക്കുമായിരുന്നു എന്നാണ് ഞാനും ഇങ്ങനെ ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ. അപ്പൊ ആക്ച്വലി വളരെ ഞാൻ പറഞ്ഞല്ലോ വളരെ ഒരു നല്ല ഒരു ജോലിയാണ്, നല്ല ഒരു ഹൈ പൊസിഷനിലുള്ള ഒരു ജോലിയാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അല്ലേ, നമ്മുടെ ഒരു PG ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ളത് അല്ലേ. അതായത് നമ്മൾ ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാലറി ഡോക്ടേഴ്സിന്റെ ഒക്കെ പേ സ്കെയിലൊക്കെ ഏകദേശം ഒരുപോലെയാണ് വരിക. എങ്ങനെ? സർക്കാർ മെഡിക്കൽ കോളേജിൽ നോക്കുമ്പോഴത്തേക്ക്. അപ്പം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുക. നമ്മൾ ആക്ച്വലി എൻട്രി കേഡറിൽ തന്നെ നമുക്ക് ഒരു ഗസറ്റ് പോസ്റ്റിലായിരിക്കും നമ്മൾ കയറുക. അതുകൂടാതെ തന്നെ UGCയുടെ പേ സ്കെയിൽ സെയിം, അതായത് ഏതൊരു സർക്കാർ കോളേജിലും അസിസ്റ്റന്റ് പ്രൊഫസറിന് ഏതൊരു പേ സ്കെയിലാണ് കിട്ടുക ആ സെയിം പേ സ്കെയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം ഒരു ഹൈലി ഒരു അടിപൊളി ജോലിയാണ് ആക്ച്വലി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ കൂടി വരുമെന്നാണ്, അതായത് 2025 അവസാനത്തോടു കൂടി നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എക്സാം സാധാരണ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 6-7 മാസം കൊണ്ട് തന്നെയാണ് സാധാരണ എക്സാംസ് നടത്തപ്പെടുക കേട്ടോ. അപ്പം ഞാനൊക്കെ എക്സാം എഴുതിയപ്പോൾ ഇതുപോലെ ആയിരുന്നു. നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കായിരുന്നു എക്സാം വരിക. അപ്പോ ഇതൊരു ഒരു ഹൈ എൻഡ് എക്സാം ആണ് അല്ലേ. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു പ്രിപ്പറേഷനൊക്കെ കൊണ്ട് അതായത് നമ്മൾ സാധാരണ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ പോരാ. കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷനും ആക്ച്വലി ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, എക്സാം അറിഞ്ഞു പഠിക്കുക, എക്സാം പാറ്റേൺ അറിഞ്ഞു പഠിക്കുക എന്നുള്ളതൊക്കെ. സോ ഇവിടെ ആക്ച്വലി നമുക്ക് ആവശ്യം ഒരു പഴുതടച്ച ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ ആക്ച്വലി ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് നല്ല, അതായത് ഒരു അത്യാവശ്യം നല്ല ഒരു പോസ്റ്റിംഗ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക. കാരണം നമുക്ക് ഒരുപാട് പുതിയ കോളേജസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പം പാലക്കാട് കോളേജ്, മഞ്ചേരി, വയനാടൊക്കെ, പത്തനംതിട്ട, അങ്ങനെ പല കോളേജസും പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ് ക്രിയേഷൻ ഒന്നും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ആക്ച്വലി ഈ ഒരു ലിസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. സോ ആക്ച്വലി ഇവിടെയൊക്കെ ഒരു ഫുൾ സ്വിങ്ങിൽ റൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് പോസ്റ്റ് ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നല്ല ഒരു പോസ്റ്റിംഗ് നടക്കും എന്നാണ് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതായത് ഈ വരാൻ പോകുന്ന ലിസ്റ്റിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റിംഗ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വേക്കൻസീസ് ഉണ്ടാവും. ആക്ച്വലി ഇപ്പം പലരും ഉണ്ടാവും, പുതുതായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാവും. അതല്ല ഇതിനു മുന്നേ 1-2 എക്സാം, ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നു ഒരിക്കൽ 2018 നടന്നു, പിന്നെ 2023 നടന്നു. അപ്പം ഇതുപോലെ ഇതിനു മുന്നേ ഉള്ള പല എക്സാംസും എഴുതിയിട്ട് അതിന്റെ ഒരു പരിചയ സമ്പത്തുള്ളവരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അറിയാം ആക്ച്വലി നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് കൊണ്ട് അത്ര എളുപ്പമാവില്ല ഈ എക്സാം ക്രാക്ക് ചെയ്യപ്പെടുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇപ്പം മുതലേ, അതായത് ഈ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ. പാസ്സായാൽ മാത്രം പോരാ, നല്ല ടോപ്പ് റാങ്ക് വേണമെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജോലി ലഭിക്കത്തുള്ളൂ. സോ ആക്ച്വലി അതിനുവേണ്ടിയാണ് നമ്മൾ എജുസ് അക്കാഡമി ആക്ച്വലി ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എക്സാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനായിട്ട് ഉടനെ തന്നെ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ആക്ച്വലി ഇത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മുടെ സിലബസ് ഫുൾ കവർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. ആക്ച്വലി നമ്മുടെ DME, JPHN എക്സാം ഒക്കെ എഴുതിയ സ്റ്റുഡൻസിന് അറിയാം, നമുക്ക് അവരോടൊക്കെ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക എന്നുള്ളത്. സോ വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അതായത് ഇങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലേ, ഏർലി സ്റ്റാർട്ട് ഈസ് ഹാഫ് ഡൺ. അതായത് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം
നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം പോരാ, അത് അതേ പേസിൽ തന്നെ പഠിച്ചു പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എജൂസ് അക്കാഡമി നമ്മുടെ സ്റ്റുഡൻസിനായിട്ട് ഒരുക്കുന്നു വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലോങ് ടേം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ബാച്ച്. അപ്പോൾ അതിന്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ ആസ്പിറൻസിന് വേണ്ടി ആക്ച്വലി ഞാൻ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോവുക എന്നുള്ളത് കൂടെ അറിയണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഡെമോ പർപ്പസിന് വേണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്ന ഒരു ക്ലാസ് ആണ് എന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി കാർഡിയാക് അനാട്ടമിയിൽ നമ്മൾ മെയിൻലി ചേംബേഴ്സ് ഓഫ് ഹാർട്ട് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക നമ്മുടെ റൈറ്റ് ഏട്രിയം കേട്ടോ. റൈറ്റ് ഏട്രിയം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെപ്തിലുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലെ, നമുക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ പറയാൻ. എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാർഡിയാക് അനാട്ടമി തീരത്തുള്ളൂ. സോ അത്രയും കോംപ്രഹെൻസീവ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാകാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് 4 ചേംബേഴ്സ് വരുന്നുണ്ട്. 2 ഏട്രിയയും 2 വെൻട്രിക്കിൾസും എല്ലാം അറിയാം. അതായത് ഏട്രിയ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ചേംബേഴ്സ് ആണ്, അതായത് മുകളിലുള്ള ചേംബേഴ്സ് ആണ് അല്ലെ ഏട്രിയ എന്ന് പറയുക. അത് നമുക്ക് ഡയഗ്രത്തിൽ കാണാം അല്ലെ. ഇതാണ് ആക്ച്വലി ഏട്രിയ എന്ന് പറയുക. റൈറ്റും ലെഫ്റ്റും ഏട്രിയ ഉണ്ട്. സോ അത് സുപ്പീരിയർ ചേംബേഴ്സ് ആണ്. അത് നമുക്കൊരു എൻട്രി ഹോൾ എന്ന് പറയാം. എൻട്രി ഹോൾ എന്ന് പറയാൻ കാരണം എന്താണ്? ബ്ലഡ് ആക്ച്വലി വന്ന് കയറുന്ന ഹോളാണ്, അല്ലെങ്കിൽ വന്ന് കയറുന്ന ലെയർ ആണ് ഈ ഏട്രിയം എന്ന് പറയുക. സോ സുപ്പീരിയർ ചേംബേഴ്സ് ആണ്, എൻട്രി ഹോൾ ആണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്? 2 വെൻട്രിക്കിൾസ് ഉണ്ടല്ലേ, 2 വെൻട്രിക്കിൾസ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? ഇൻഫീരിയർ ചേംബേഴ്സ് എന്ന് പറയും അല്ലേ. ഇൻഫീരിയർ ചേംബേഴ്സ്, താഴെയുള്ള ചേംബേഴ്സ് എന്ന് പറയും. അതുകൂടാതെ തന്നെ ഇതിന് ചെറിയൊരു വേറൊരു പേരുണ്ട്, ലിറ്റിൽ ബെല്ലി കേട്ടോ. ലിറ്റിൽ ബെല്ലി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ വെൻട്രിക്കിൾസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റൈറ്റ് ഏട്രിയം കേട്ടോ. റൈറ്റ് ഏട്രിയം ആക്ച്വലി നിങ്ങൾ ഓർക്കും അല്ലേ, റൈറ്റ് ഏട്രിയം ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടോ നോക്കും, നിങ്ങൾ ഓർക്കുമായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലാസ് കണ്ടു നോക്കുക കേട്ടോ. സോ റൈറ്റ് ഏട്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, റൈറ്റ് അപ്പർ ചേംബർ ഓഫ് ഹാർട്ട്. നമ്മുടെ ഹാർട്ടിന്റെ റൈറ്റ് അപ്പർ ചേംബർ ആണ് ഈ റൈറ്റ് ഏട്രിയം എന്ന് പറയുക. അതിന്റെ ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 2 to 3 മില്ലിമീറ്റർ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ഏട്രിയത്തിന്റെ ഒരു ആവറേജ് തിക്നെസ് എന്ന് പറയുക ഒരു 2 to 3 കേട്ടോ, 2 to 3 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം അല്ലെ, റിസീവ്സ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ബോഡി വയ SVC ആൻഡ് IVC. അതായത് നമുക്ക് ഓക്സിജൻ കുറഞ്ഞിട്ടുള്ള ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എവിടെ റിസീവ് ആകുന്നു? റൈറ്റ് ഏട്രിയം. ഏത് വഴിയാ റിസീവ് ആവുക? അതിന് നമുക്ക് സുപ്പീരിയർ വീന കവ. സുപ്പീരിയർ വീന കവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകളിൽ നിന്നുള്ള, അതായത് ഹാർട്ട് ലെവലിൽ നിന്ന് മുകളിൽ നിന്നുള്ള ബ്ലഡ് വരുന്ന മെയിൻ ആയിട്ടുള്ള വെസലാണ് സുപ്പീരിയർ വീന കവ എന്ന് പറയുക. നെക്സ്റ്റ് ഇൻഫീരിയർ വീന കവ. ഇൻഫീരിയർ വീന കവ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് ലെവലിൽ നിന്ന് താഴെ നിന്നുള്ള ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നതാണ് ഇൻഫീരിയർ വീന കവ വഴി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ലാർജസ്റ്റ് വെയിൻ അല്ലെ, ലാർജസ്റ്റ് വെയിൻ ഇൻ ഹ്യൂമൻ ബോഡി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? ഇൻഫീരിയർ വീന കവ അല്ലെ. ലാർജസ്റ്റ് വെയിൻ ഇൻഫീരിയർ വീന കവയാണ്. ലാർജസ്റ്റ് ആർട്ടറി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ, ഹയോട്ടയാണ് ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുക. സോ ഇവിടെ വേറെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ലോങ്സ്റ്റ് വെയിൻ അല്ലെ. ലോങ്സ്റ്റ് വെയിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? ഗ്രേറ്റ് സഫീനസ് വെയിൻ കേട്ടോ. ഗ്രേറ്റ് തെറ്റിപ്പോകരുത്, ഗ്രേറ്റ് സഫീനസ് വെയിൻ കേട്ടോ. ഗ്രേറ്റ് സഫീനസ് വെയിൻ ആണ് ലോങ്സ്റ്റ് വെയിന്, ലാർജസ്റ്റ് വെയിന് ഇൻഫീരിയർ വീന കവ കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് ഏട്രിയം ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ലെഫ്റ്റ് ഏട്രിയം ബൈ എ സെപ്റ്റം കോൾഡ് ആസ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം അല്ലെ. നമുക്ക് അറിയുന്ന കാര്യമാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറഞ്ഞിട്ട്, അതായത് 2 ഏട്രിയ, റൈറ്റ് ലെഫ്റ്റ് ഏട്രിയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മതിൽ പോലെയുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുക. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. There is a oval shaped depression in the interatrial septum. അതിന് നമ്മൾ എന്താ പറയുക? ഫോസ ഒവാലിസ് എന്ന് പറയും. അതായത് നോക്കിക്കേ, ഒരു ഓവൽ ഇതാണ് റൈറ്റ് ഏട്രിയം അല്ലെ. റൈറ്റ് ഏട്രിയം ഇതാണ്. റൈറ്റ് ഏട്രിയത്തില് ഒരു ഓവൽ ഷേപ്ഡ് ഡിപ്രഷൻ ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? ഫോസ ഒവാലിസ് എന്ന് പറയും. എന്താണ്? ഫോസ ഒവാലിസ്. സോ ഈ ഫോസ ഒവാലിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫീറ്റൽ സർക്കുലേഷൻ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റൽ പീരീഡില് നമുക്ക് ആക്ച്വലി അവിടെ ഒരു ചെറിയൊരു പാത്ത് വേ ഉണ്ട് അല്ലെ. അതിന് നമ്മൾ പറയുന്നത് ഫൊറാമൻ ഒവേൽ എന്നാണ് പറയുക. അതായത് ബ്ലഡ്, അതായത് ഫീറ്റൽ സർക്കുലേഷനിൽ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകാൻ ചെറിയ ഒരു ഹോൾ ഉണ്ട്. അതിനാണ് നമ്മൾ ഫൊറാമൻ ഒവേൽ എന്ന് പറയുക. സോ ഈ ഫൊറാമൻ ഒവേൽ ക്ലോസ് ചെയ്യും. എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? ആക്ച്വലി നമ്മൾ പറയുന്നത് ഫിസിയോളജിക്കൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുക? അറ്റ് ബർത്ത് കേട്ടോ. അറ്റ് ബർത്തിലാണ് ഫിസിയോളജിക്കൽ ക്ലോഷർ നടക്കുക, അല്ലെങ്കിൽ 0 months എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ അനാട്ടമിക്കൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുക? ഫൊറാമൻ ഒവേലിന്റെ അനാട്ടമിക്കൽ ക്ലോഷർ എപ്പോഴാണ് നടക്കുക? ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ. 3 months കേട്ടോ, 3 മാസത്തിലെ ഫൊറാമൻ ഒവേലിന്റെ അനാട്ടമിക്കൽ ക്ലോഷർ നടക്കും. സോ അതിനുശേഷം ക്ലോഷർ നടന്നതിന് ശേഷം ആക്ച്വലി ഒരു ഓവൽ ഷേപ്പ് ഡിപ്രഷൻ പോലെ, ഇപ്പൊ നമുക്ക് നമ്മുടെ സ്കിന്നിന്റെ പുറത്തൊക്കെ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അത് സപ്പോസ് അത് ഇളകിപ്പോയി, ഇപ്പൊ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ മുഖക്കുരു വരാറുണ്ട് അല്ലെ, പിമ്പിൾസ്. സോ അത് പോയി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ഡിപ്രഷൻ പോലെ ഉണ്ടാവും അല്ലെ. സോ അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഹോൾ ഉണ്ടാവും. അത് അടഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിപ്രഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഫോസ കേട്ടോ, ഫോസ ഒവാലിസ് എന്ന് പറയുക. സോ ഫൊറാമൻ ഒവേൽ എന്താണ്?
ഞാൻ പറഞ്ഞില്ലേ, ടെമ്പററി ഓപ്പണിംഗ് ഇൻ ദ ഇന്റർ എട്രിയൽ സെപ്റ്റം ഓഫ് ദ ഫീറ്റൽ ഹാർട്ട് ദാറ്റ് നോർമലി ക്ലോസസ് സൂൺ ആഫ്റ്റർ ഡെലിവറി അല്ലെ. ഈ ബർത്ത് കഴിഞ്ഞ ഉടനെ അത് എന്താണ് ഫിസിയോളജിക്കലി എന്ന് വെച്ചാൽ ഫംഗ്ഷണലി അത് ക്ലോസ് ആകും. പക്ഷെ അനാട്ടമിക്കൽ ക്ലോഷറിന് വേണ്ടി ഏകദേശം ഒരു 3 മാസത്തോളം എടുക്കും. ഇനി അടുത്ത ഫീച്ചേഴ്സ്, ആക്ച്വലി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ അതുകൂടാതെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, എ ആൻഡ് ബി ഈസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ടല്ലോ. സോ അതുപോലെ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. സോ റൈറ്റ് എട്രിയം എന്ന് പറയുന്നതാണ് അത് വേർട്ടിക്കലി ഇലോങ്ങേറ്റഡ് ആയിട്ടാണ് ഇരിക്കുക അല്ലെ. റൈറ്റ് എട്രിയം വേർട്ടിക്കലി ഇലോങ്ങേറ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ വരിക റിസീവ്സ് ബ്ലഡ് ഫ്രം ദ സുപ്പീരിയർ വീന കാവ അറ്റ് ദ അപ്പർ എൻഡ് ആൻഡ് ഇൻഫീരിയർ വീന കാവ അറ്റ് ദ ലോവർ എൻഡ് അല്ലെ. ലോവർ എൻഡിൽ നിന്ന് ഇൻഫീരിയർ വീന കാവ വഴി ബ്ലഡ് സ്വീകരിക്കപ്പെടുന്നു. നെക്സ്റ്റ് അപ്പർ എൻഡ് ഷോസ് എ പ്രൊജക്ഷൻ ടു ദ ലെഫ്റ്റ് സൈഡ് ഇസ് കോൾഡ് ആസ് ഓറിക്കിൾ അല്ലെ. പലപ്പോഴും നമ്മൾ ഓർക്കും എട്രിയവും ഓറിക്കിളും ഒക്കെ സെയിം ആണെന്ന് ഓർക്കും, പക്ഷെ അങ്ങനെയല്ല. എട്രിയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ചേംബർ ആണ് എട്രിയം എന്ന് പറയുക. അതേസമയം ഓറിക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഇയർ പോലെ തന്നെ ഈ ഒരു ലെയർ കാണുന്നില്ലേ, ഒരു എന്താ ഇയർ പോലെ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഓറിക്കിൾ എന്ന് പറയുക. സോ അപ്പർ ആൻഡ് ഷോസ് എ പ്രൊജക്ഷൻ ടു ദ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്രൊജക്ഷൻ കാണിക്കുന്നു. അതിനാണ് നമ്മൾ ഓറിക്കിൾ എന്ന് പറയുക. സോ ഓറിക്കിൾ കവേഴ്സ് ദ റൂട്ട് ഓഫ് അസെൻഡിങ് അയോട്ട ആൻഡ് പാർട്ട്ലി ഓവർലാപ്സ് ദ ഇൻഫണ്ടിബുലം ഓഫ് ആർ വി. കേട്ടോ, അതൊക്കെ നമ്മൾ പഠിക്കുക. ഈ ഇൻഫണ്ടിബുലം ഓഫ് റൈറ്റ് വെൻട്രിക്കിളൊക്കെ നമ്മൾ പഠിക്കും, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് ടോഫ് പോലുള്ള ഡിസീസ് കണ്ടീഷനിലൊക്കെ വളരെ റോളുള്ള ഒരു പാർട്ടാണ് ഇൻഫണ്ടിബുലം എന്ന് പറയുക. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും കേട്ടോ. അപ്പോൾ ഓറിക്കിൾ എന്താ ചെയ്യുക, കവേഴ്സ് ദ റൂട്ട് ഓഫ് അസെൻഡിങ് അയോട്ടയുടെ റൂട്ട് കവർ ചെയ്തിട്ട് എന്താണ് പാർട്ട്ലി അത് ഇൻഫണ്ടിബുലം ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വരിക കേട്ടോ. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം റൈറ്റ് എട്രിയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, ഈ എട്രിയവും ഓറിക്കിളും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം എട്രിയം റെഫേഴ്സ് ടു ഈച്ച് ഓഫ് ദ 2 upper cavities of heart which supplies blood to the ventricles. അതായത് വെൻട്രിക്കിൾസിലേക്ക് സപ്ലൈ ചെയ്യുന്നത് എട്രിയം വഴിയാണ്. സോ ഓറിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇയർ ഷേപ്ഡ് പൗച്ച് ആണ് ഇൻ ദ എട്രിയം ഓഫ് ഹാർട്ട്. കൂടാതെ എട്രിയം എന്ന് പറഞ്ഞാൽ അപ്പർ ചേംബർ ആണ്. ഓറിക്കിൾ ആണെങ്കിലോ ഒരു കോണിക്കൽ ആയിട്ടുള്ള മസ്കുലർ പൗച്ച് ആണ് ദാറ്റ് അറൈസ് ഫ്രം ഈച്ച് എട്രിയം. Then atrium supplies blood to the corresponding ventricle. അതേസമയം ഓറിക്കിൾ എന്താ ചെയ്യുക, ഇൻക്രീസസ് ദ ബ്ലഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ എട്രിയം അല്ലെ. എട്രിയത്തിന്റെ ബ്ലഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടുകയാണ് ഓറിക്കിൾ ചെയ്യുക. എട്രിയം കമ്പോസ്ഡ് ഓഫ് സ്മൂത്ത് സർഫസ് അല്ലെ, സ്മൂത്ത് സർഫസ് ആണ് എട്രിയത്തിന് വരിക. അതേസമയം ഓറിക്കിൾ ആണെങ്കിൽ ഇറഗുലർ സ്പേസ് ആയിരിക്കും ഓറിക്കിൾ ഉണ്ടാവുക. അതാണ് ബേസിക്കലി ഈ എട്രിയവും ഓറിക്കിളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഓർക്കേണ്ടത് എട്രിയവും ഓറിക്കിളും സെയിം അല്ല. നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സൽക്കസ് ടെർമിനാലിസ് കേട്ടോ. സൽക്കസ് ടെർമിനാലിസ് എന്താണ് ഈ സൽക്കസ് ടെർമിനാലിസ് എന്ന് പറഞ്ഞാൽ? സോ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് സുപ്പീരിയർ വീന കാവ മുതൽ ഇൻഫീരിയർ വീന കാവ വരെയാണ്. അതായത് എക്സ്റ്റെൻസ് ഫ്രം superior vena cava to inferior vena cava along the right border of atrium is a shallow vertical groove called as sulcus terminalis. നോക്കിക്കേ, ഇവിടെ സുപ്പീരിയർ വീനക്കാവ് മുതൽ ഇൻഫീരിയർ വീനക്കാവ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഏത് വഴിയാണ്? റൈറ്റ് ബോർഡർ ഓഫ് എട്രിയം അല്ലെ. എട്രിയത്തിന്റെ റൈറ്റ് ബോർഡർ വഴി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഷാലോ ആയിട്ടുള്ള വെർട്ടിക്കൽ ഗ്രൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, സൽക്കസ് ടെർമിനാലിസ് എന്ന് പറയുക. സോ ഇതിന്റെ പ്രത്യേകത എന്താണ്? എസ് എ നോഡ് ഇസ് സിറ്റുവേറ്റഡ് നിയർ ദ അപ്പർ പാർട്ട് ഓഫ് സൽക്കസ് ടെർമിനാലിസ്. അതായത് ഇതാണ് സൽക്കസ് ടെർമിനാലിസ്. സോ അതിനടുത്താണ് നമ്മുടെ എസ് എ നോഡ് അറിയാമല്ലോ, സൈനോ എട്രിയൽ നോഡ് അല്ലെ. സൈനോ എട്രിയൽ നോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക. അപ്പം സൽക്കസ് ടെർമിനാലിസ് കൂടെ ഓർത്തിരിക്കാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് വെയിൻസ് ഡ്രെയിനിങ് ഇൻടു റൈറ്റ് എട്രിയം. റൈറ്റ് എട്രിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുന്ന വെയിൻസിന്റെ പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് വെയിൻ ഡു നോട്ട് ഡ്രെയിൻ ഇൻടു റൈറ്റ് എട്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ എല്ലാ 5 വെയിൻസ് ഉണ്ട്, 5ഉം പഠിച്ചിരിക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഒന്ന് സുപ്പീരിയർ വീന കാവ നമുക്ക് അറിയാമല്ലോ, സുപ്പീരിയർ വീന കാവ. നെക്സ്റ്റ് ഇൻഫീരിയർ വീന കാവ അറിയാമല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തേത് കൊറോണറി സൈനസ്. എന്താണ് കൊറോണറി സൈനസ്? അറിയാം. എന്താ? നമ്മുടെ വീനസ് ഡ്രെയിനേജ് ഓഫ് കൊറോണറി ആർട്ടറി അല്ലെ. കൊറോണറി ആർട്ടറിയുടെ വീനസ് ഡ്രെയിനേജ് വരിക കൊറോണറി സൈനസ് വഴിയാണ്. ഇമ്പോർട്ടന്റ് ആണ്, കാര്യം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ആന്റീരിയർ കാർഡിയാക് വെയിൻസ്, കൂടാതെ വീനെ കോഡിസ് മിനിമി അല്ലെങ്കിൽ ടെബേസിയൻ വെയിൻസ് എന്ന് പറയും. സോ ഇതാണ് ആക്ച്വലി ഇത്രയും വെയിൻസ് ആണ് നമ്മുടെ റൈറ്റ് എട്രിയത്തിലേക്ക് ഡ്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് ഒരു ടേം ആണ് യുസ്റ്റേക്കിയൻ വാൽവ്. നമുക്ക് യുസ്റ്റേക്കിയൻ കനാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷെ ഇതെന്താണ്? യുസ്റ്റേക്കിയൻ വാൽവ് ആണ്. എന്താ യുസ്റ്റേക്കിയൻ വാൽവ്? ലൈസ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഇൻഫീരിയർ വീന കാവ ആൻഡ് റൈറ്റ് എട്രിയം കേട്ടോ. റൈറ്റ് എട്രിയത്തിന്റെയും ഇൻഫീരിയർ വീന കാവയുടെയും ജംഗ്ഷനിൽ വരുന്ന ഈ വാൽവിനാണ്, നോക്കിക്കേ, റൈറ്റ് എട്രിയത്തിന്റെയും ഇൻഫീരിയർ വീന കാവയുടെയും ജംഗ്ഷനിൽ വരുന്ന ഈ വാൽവിനാണ് നമ്മൾ എന്ത് പറയുക? യുസ്റ്റേക്കിയൻ വാൽവ് എന്ന് പറയുക. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വാൽവ് ഓഫ് IVC കേട്ടോ. അതായത് ഇൻഫീരിയർ വീന കാവയിൽ നിന്ന് റൈറ്റ് എട്രിയത്തിലേക്ക് ബ്ലഡ് വരുന്നത് ഏത് വഴിയാണ്? ഈ
യുസ്റ്റേക്കിയൻ വാൽവ് വഴിയാണ് ബ്ലഡ് വരിക. സോ അതുകൊണ്ടാണ് ഇതിനെ വാൽവ് ഓഫ് ഇൻഫീരിയർ വീന കാവ എന്ന് പറയുക. കേട്ടല്ലോ, യുസ്റ്റേക്കിയൻ വാൽവ്. നെക്സ്റ്റ് എന്താണ്? വീനെ കോഡിസ് മിനിമി. കേട്ടോ, വീനെ കോഡിസ് മിനിമി. എന്താണ് ഈ വീനെ കോഡിസ് മിനിമി എന്ന് പറയുക? സ്മോളസ്റ്റ് കാർഡിയാക് വെയിൻ ചോദിക്കാം. നോക്കിക്കേ, സ്മോളസ്റ്റ് കാർഡിയാക് വെയിൻ, ഓൾസോ നോൺ ആസ് ദ തെബേസിയൻ വെയിൻ. കേട്ടോ, ഈ വീനെ കോഡിസ് മിനിമിക്ക് വേറൊരു പേരുണ്ട്, തെബേസിയൻ വെയിൻ. ഇതെന്താണ്? സ്മോൾ വാൽവ്ലെസ് വെയിൻ. കേട്ടോ, വാൽവ് ഇല്ലാത്ത ചെറിയ വെയിനുകളെയാണ് നമ്മൾ തെബേസിയൻ വെയിൻ എന്ന് പറയുക. സോ ഈ വീനെ കോഡിസ് മിനിമി എന്ന് പറഞ്ഞാൽ ന്യൂമറസ് സ്മോൾ വെയിൻസ് പ്രസന്റ് ഇൻ ദ വാൾസ് ഓഫ് ഓൾ 4 ചേമ്പേഴ്സ്. ദ ഓപ്പൺ ഇൻ ദ റൈറ്റ് എട്രിയം ത്രൂ സ്മോൾ ഫൊറാമിന. ഇത് ആക്ച്വലി റൈറ്റ് എട്രിയത്തിലേക്ക് ഒരു സ്മോൾ ഫൊറാമിന വഴി ആണ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഈ കൊറോണറി ആർട്ടറീസിന്റെ ഒക്കെ വീനസ് ഡ്രെയിനേജ് വരുന്നത് കൊറോണറി സൈനസ് ആണ്. പക്ഷേ വീനെ കോഡിസ് മിനിമി എന്ന് പറയുന്നത് കൊറോണറി സൈനസിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. അത് ആക്ച്വലി ഡയറക്റ്റ് നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള ചേമ്പേഴ്സിലേക്കാണ് ഡ്രെയിൻ ചെയ്യുക. കേട്ടോ, അപ്പൊ അതുകൂടി ഓർക്കുക. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊറോണറി സൈനസ്. കേട്ടോ, ഞാൻ എഴുതിയ കഴിഞ്ഞ എക്സാമിന്, കേട്ടോ, നമ്മുടെ APN എക്സാം 2023 നടന്ന എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കൊറോണറി സൈനസ് എന്ന് പറയുക. കേട്ടോ, അവിടെ ചോദിച്ചിരുന്നത് ലാർജസ്റ്റ് വെയിൻ ഓഫ് ദ ഹാർട്ട്. കേട്ടോ, ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്. നോക്കിക്കേ, ലാർജസ്റ്റ് വെയിൻ ഓഫ് ദ ഹാർട്ട്, ഹാർട്ടിന്റെ ലാർജസ്റ്റ് വെയിൻ ഏതാണ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഉത്തരം കൊറോണറി സൈനസ് ആയിരുന്നു. കേട്ടോ, അപ്പൊ നോക്കിക്കേ, ഈ കൊറോണറി സൈനസ് എന്താ ചെയ്യുക? ദ വെയിൻ കളക്ട് മോസ്റ്റ് ഓഫ് ദ വീനസ് ബ്ലഡ് ഫ്രം ദ വാൾസ് ഓഫ് ഹാർട്ട് ആൻഡ് ഓപ്പൺ ഇൻ ടു റൈറ്റ് എട്രിയം ത്രൂ ദ ഓപ്പണിംഗ് ഓഫ് IVC. കേട്ടോ, IVCയുടെ ഓപ്പണിംഗ് വഴി റൈറ്റ് എട്രിയത്തിലേക്ക് ഓപ്പൺ ആകുന്നു. ആൻഡ് ദ റൈറ്റ് എട്രിയോ വെൻട്രിക്കുലർ ഓറിഫൈസ്. കേട്ടോ, റൈറ്റ് എട്രിയോ വെൻട്രിക്കുലർ ഓറിഫൈസ് വഴി എവിടെയാണ് ഓപ്പൺ ആകുക? റൈറ്റ് എട്രിയത്തിൽ ഓപ്പൺ ആകുന്നു കൊറോണറി സൈനസ്. നെക്സ്റ്റ്, ദിസ് ഓപ്പണിംഗ് ഇസ് ഗാർഡഡ് ബൈ ദ വാൽവ് ഓഫ് കൊറോണറി സൈനസ്. കേട്ടോ, ഈ കൊറോണറി സൈനസിനും ഒരു വാൽവ് ഉണ്ട്. കേട്ടോ, അതാണ് ഈ കൊറോണറി സൈനസിന്റെ ഓപ്പണിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വാൽവ് ഓഫ് കൊറോണറി സൈനസ് ആണ്. സോ ആ വാൽവിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് തെബേസിയൻ വാൽവ് എന്ന് പറയുക. നമ്മൾ നേരത്തെ പഠിച്ച എന്തായിരുന്നു? യുസ്റ്റേക്കിയൻ വാൽവ്, വാൽവ് ഓഫ് ഏതാണ്? ഇൻഫീരിയർ വീന കാവ അല്ലെ? ഇൻഫീരിയർ വീന കാവയുടെ വാൽവ് ആണ് യുസ്റ്റേക്കിയൻ വാൽവ് എന്ന് പറയുക. നെക്സ്റ്റ് ഇവിടെ പഠിച്ച എന്താണ്? തെബേസിയൻ വാൽവ് അല്ലെ? നോക്കിക്കേ, ഇവിടെയാണ് തെബേസിയൻ വാൽവ് വരിക. എന്താണ്? വാൽവ് ഓഫ് കൊറോണറി സൈനസ് അല്ലെ? നമ്മുടെ കൊറോണറി സൈനസിന്റെ വാൽവിനാണ് നമ്മൾ തെബേസിയൻ വാൽവ് എന്ന് പറയുക. സോ എന്താണിത്? ഇറ്റ് ഇസ് എ ഫോൾഡ് ഇൻ ദ റൈറ്റ് എട്രിയം അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് കൊറോണറി സൈനസ് അല്ലെ? കൊറോണറി സൈനസിന്റെ ഓപ്പണിംഗിൽ വരുന്ന ഒരു ഫോൾഡിനെയാണ് നമ്മൾ എന്ത് പറയുക? തെബേസിയൻ വാൽവ്. കേട്ടോ, തെബേസിയൻ വാൽവ് എന്ന് പറയുക. അപ്പൊ നമ്മൾ ഏകദേശം ഈ റൈറ്റ് എട്രിയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അനാട്ടമി ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്റർ എട്രിയൽ സെപ്റ്റം. കേട്ടോ, ഇന്റർ എട്രിയൽ സെപ്റ്റം. അപ്പൊ എന്താണ് ഇന്റർ എട്രിയൽ സെപ്റ്റം എന്ന് പറയുക? സെപ്പറേറ്റ്സ് ദ റൈറ്റ് എട്രിയം ഫ്രം ദ ലെഫ്റ്റ് എട്രിയം. കേട്ടോ, റൈറ്റ് എട്രിയത്തിന് ലെഫ്റ്റ് എട്രിയത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ എട്രിയൽ സെപ്റ്റം എന്ന് പറയുക. ഇത് എവിടെ നിന്നാണ് ഡെവലപ്പ് ആവുക? നമ്മൾ സെപ്റ്റം പ്രൈമം സെപ്റ്റം സെക്കൻഡം കേട്ടിട്ടുണ്ടാവും അല്ലെ? പ്രത്യേകിച്ച് ASD ഒക്കെ പഠിക്കുന്ന സമയത്ത്. സോ ഈ ഇന്റർ എട്രിയൽ സെപ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് സെപ്റ്റം പ്രൈമത്തിൽ നിന്നും സെപ്റ്റം സെക്കൻഡത്തിൽ നിന്നും ആണ്. കേട്ടോ, സോ ഇന്റർ എട്രിയൽ സെപ്റ്റം ഷോസ് എ ഷാലോ സോസർ ഷേപ്പ് ഡിപ്രഷൻ in its lower part. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോസ ഓവാലിസ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? ഇറ്റ് റെപ്രസെന്റ് ദ സൈറ്റ്സ് ഓഫ് സെപ്റ്റം പ്രൈമം. അപ്പം ഈ ഫോസ ഓവാലിസ് എന്ന് പറയുന്നത് സെപ്റ്റം പ്രൈമത്തിന്റെ സൈറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ആക്ച്വലി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന നമ്മുടെ റൈറ്റ് എട്രിയം അല്ലെങ്കിൽ ചേമ്പേഴ്സ് ഓഫ് ഹാർട്ടില് ഫസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ടുള്ള റൈറ്റ് എട്രിയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കണം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടായിരിക്കണം നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എജുസ് അക്കാഡമിയിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇപ്പോഴേ നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ആക്ച്വലി നമ്മുടെ BScയുടെ മാർക്ക്, MScയുടെ മാർക്ക്, MSc പഠിച്ചത് ഏത് കോളേജിലാണ്, BSc പഠിച്ചത് ഗവൺമെന്റിലാണോ പ്രൈവറ്റിലാണോ, അങ്ങനെയൊന്നും ഒരു താരതമ്യത്തിന്റെയും കാര്യമില്ല. ഞാനൊക്കെ ആക്ച്വലി BSc എൻ്റെ പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. എന്നിട്ടും ഞാൻ ആക്ച്വലി എക്സാം ഒക്കെ ക്രാക്ക് ചെയ്ത് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മാർക്ക് നേടാൻ കഴിയുക, നമുക്ക് റാങ്ക് നേടാൻ കഴിയുക, നമുക്ക് ജോലി ലഭിക്കാനായിട്ട് കഴിയുക. അപ്പോൾ വളരെ നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. ആക്ച്വലി നമ്മുടെ നോട്ട്സിന്റെ ഒക്കെ കോളേജ് നിങ്ങൾക്ക് അറിയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 വർഷത്തോളത്തെ പ്രിപ്പറേഷൻ കൊണ്ടാണ് ഞാൻ ആക്ച്വലി എക്സാം ഒക്കെ പാസ്സായത്. അപ്പം അത്രയും പല ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ള നോട്ട്സ് കണ്ടന്റ് ഒക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ആ രീതിയിൽ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ജോലി ലഭിക്കാനായിട്ട് കഴിയും. അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.